അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് അറബിയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ പഠിച്ചും കൂടെ പോകാട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അറബി ഒട്ടും അറിയാത്ത ആളുകളാണെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് അവർക്ക് നമ്മളോടൊരു ഇമ്പ്രഷൻ ഉണ്ടാകാനൊക്കെ ആയിട്ട് ഏറ്റവും ഉപകരിക്കുന്ന ഒരു കാര്യമാണ് സലാം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സലാം പറയുക. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമ്മൾ അറബിക് ഫാമിലിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തതിനകത്ത് ഞാൻ ഈ സലാം പറയേണ്ടത് എങ്ങനെയാണ്, എവിടെയാണ്, എപ്പോഴൊക്കെയുള്ള അവസരങ്ങളിലാണെന്നൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്തവരാണ് ഇപ്പോൾ കാണട്ടോ. ഇനി അപ്പോൾ സലാം പറയാം. രണ്ടാമത് നമ്മൾ പറയാന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻറ്റ് നമ്മൾ എണീറ്റ് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാണല്ലോ എണീപ്പിക്കുക. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ മാമക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാലൊന്നും അവർക്ക് അറിയില്ല. കാരണം അവർ പഴയ ആളുകളാണ്, അവർക്ക് അറബി ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് പറയാനായിട്ട് നമ്മൾ എന്താ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബഹൽ ഹയർ എന്ന് പറയാം. സബ അൽ ഹയർ എന്ന് നമ്മൾ പറയാം. അപ്പോൾ അവർ തിരിച്ച് പറയും സബഹൻ നൂർ എന്ന് പറയും, അല്ലെങ്കിൽ സബഹൽ ഫൂൽ എന്ന് പറയും, അല്ലെങ്കിൽ സബഹൽ വർദ് എന്ന് പറയും. ഇത് നമ്മളോട് ഒരാൾ വന്നിട്ട് സബഹൽ ഹയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും തിരിച്ചങ്ങനെ തന്നെയാണ് പറയാം. ഒന്നുകിൽ സബഹൽ ഹയർ എന്ന് തന്നെ തിരിച്ചു പറയാം, അല്ലെങ്കിൽ സബഹൽ വർദ് എന്ന് പറയാം, അല്ലെങ്കിൽ സബഹൻ നൂർ എന്ന് പറയാം. അതിൻ്റെ അർത്ഥം ഗുഡ് മോർണിംഗ് ആട്ടോ. അപ്പോൾ എൻ്റെ മാമയൊക്കെ എണീക്കുന്ന സമയത്ത് ഞാൻ സബഹൽ ഹയർ മാമ എന്ന് പറഞ്ഞിട്ടാണ് എണീപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ സ്നേഹത്തോടു കൂടിയും പിള്ളേരോടൊക്കെ പറയുന്ന മാതിരി ആ ഒരു ടോണിലൊക്കെ പറയുമ്പം അത് നമ്മുടെ പേഷ്യൻ്റായിട്ടുള്ളൊരു ബന്ധം, ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ നമ്മൾക്ക് കൂടുതലാവാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും.